ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളി ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഉള്ളി ചമ്മന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ ഈ ഉള്ളി ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 എണ്ണമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയാണ്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഈ ഒരു അളവിൽ ഒരു 50 ഗ്രാം അളവിലാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് അരിഞ്ഞിട്ട് ചേർത്താലും കുഴപ്പമില്ല, ഇതുപോലെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ ഈ സവാളയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം. ആ ഒരു രീതി വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഈ ഉള്ളിച്ചമ്മന്തി പ്രത്യേകിച്ച് ഇന്ന ഒരു ഡിഷിൻ്റെ കൂടെ മാത്രമേ കഴിക്കാവൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള സൈഡ് ഡിഷാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവകളും മാത്രം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വേണോ, അതായത് കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കുമ്പോഴത്തേക്കും ഒരുപാട് കൂടി പോവേണ്ട ആവശ്യമില്ല. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില ഇതുപോലെ കുറച്ച് കൂടുതൽ അളവിൽ വേണം നമ്മൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് ഉള്ളി ചട്നിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ വെറൈറ്റി ചട്നി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഫസ്റ്റിലേ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് കരിഞ്ഞു പോകും. ആ ഫ്രഷ് മണം അങ്ങ് പോയി കിട്ടും കറിവേപ്പിലയുടെ. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്രയും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടിയാണ്. ഇത് വന്നിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലിയാണ്. അതിൻ്റെ പേരിൽ കളർ കൂടുതലായിരിക്കും, എരിവ് വളരെ കുറവാണ്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം മുളക് പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇച്ചിരി നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ ചേർത്തേക്കണം. തീരെ എരിവ് കുറവായിട്ടിരിക്കാനും പാടില്ല നമ്മുടെ ഈ ഉള്ളി ചട്നിക്ക്. അതിൻ്റെ പേരിലാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. കൂടെ തന്നെ നമ്മുടെ ഈ ചട്നിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാടാകണ്ട, കാരണം നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഉപ്പ് കുറഞ്ഞു പോയാലും പിന്നീട് നമുക്കിത് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരുമിച്ച് ഒന്ന് വഴറ്റി കൊടുത്താൽ പോയെന്ന് തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഇതുപോലെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തേക്കണം. കാരണം ഓരോന്നും നമ്മൾ വറുത്തെടുക്കുന്നത് ഓരോ രീതിയിലാണ്. ചിലതിന് കുറച്ച് സമയം കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞ് സ്മോക്കി ആയിട്ടുള്ള ഫ്ലേവർ ഉണ്ടാവും. അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടണം. അതായത് ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം. അത്രയും മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇതുപോലെ ഇതെല്ലാം കൂടി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നീട് നമ്മളിത് ചൂടാക്കി ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ പേരിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തേക്കണം.
പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും ആ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും ഒന്നും അറിയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ അതിൽ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഡെയിലി റൂട്ടീനായിട്ടുള്ള എല്ലാ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട്. ഫ്ലെയിമും ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാനിപ്പോൾ പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി അധികം കൂടി പോകണ്ട, അതുപോലെ തന്നെ അധികം കുറഞ്ഞും പോകണ്ട. അപ്പോൾ ഈ ഒരു അളവിൽ ഇത്രയും ഉള്ളിക്കും സവാളയ്ക്കും ഒക്കെ എടുത്തിട്ടുള്ളത് ഈ ഒരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ അളവിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൂടെ തന്നെ വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതുപോലെ അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ ശർക്കരയും കൂടിയാണ്. അപ്പോൾ ശർക്കര കൂടിപ്പോയാലും കുറച്ചുകൂടി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും തീരെ കുറയേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിന് ശർക്കര ചേർക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അയ്യോ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും ഇച്ചിരി സ്വീറ്റ്നെസ് ആയിട്ടുള്ള ചമ്മന്തി ആവുമോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശർക്കര ചേർക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്, അതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മധുരം ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ മാത്രം നമുക്കിത് സ്കിപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു പീസ് അളവിൽ ശർക്കര കൂടി ചേർത്തിട്ട് വേണം ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത് രണ്ടും ചേർത്തിട്ട് ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇതൊന്ന് തണുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അതായത് നല്ല പേസ്റ്റ് പോലെ അങ്ങനെ അരച്ചെടുക്കരുത്, എങ്കിൽ പിന്നെ അത് അത്രയ്ക്ക് ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ നമ്മൾ ഇങ്ങനെ അമ്മിക്കല്ലിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചും ചതച്ചൊക്കെ എടുക്കില്ലേ, ആ ഒരു രീതിയിൽ മാത്രമേ ഈ ചമ്മന്തി നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് കാണാമല്ലോ ചെറിയ ചെറിയ ഇങ്ങനെ ഈ തരി പോലെ വേണം നമുക്ക് അരഞ്ഞ് കിട്ടാനായിട്ട്. നല്ലതുപോലെ പേസ്റ്റ് പോലെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇത് അരച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരല്പം കൂടി പുളി ആയാലോ എന്ന് തോന്നി. അപ്പോൾ ഒരല്പം കൂടി പുളി ചേർത്തിട്ടുണ്ട്. പുളിയും കൂടി ചേർത്തപ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുളിയൊക്കെ നമ്മുടെ ആ ഒരു പുളിപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ, കുറച്ച് കുറവായിട്ട് മതിയെങ്കിൽ ചേർക്കാം. എനിക്ക് കുറച്ചുകൂടി കൂടുതലാണ് ഇഷ്ടം, അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചേർത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കപ്പയൊക്കെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ദോശയുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ എല്ലാത്തിൻ്റെ കൂടെയോ നല്ല സൂപ്പറായിട്ടുള്ള സൈഡ് ഡിഷ് ആയിരിക്കും. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും നല്ലൊരു ചാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.